ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 റിലീസായ ഹൈസ്കൂൾ റിട്ടേൺ ഓഫ് എ ഗാങ്സ്റ്റർ എന്നൊരു ആക്ഷൻ കോമഡി സീരീസാണ്. അപ്പോൾ മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സോങ്ങിൻ്റെ അമ്മയെ 2 പേര് ചേർന്ന് കാറിലേക്ക് കൊണ്ടിടും. ഇത് കണ്ട് ജേമിൻ ഞെട്ടും. കിം അവരെ നേരിടാൻ പോകുന്നു. അവരുമായി ഫൈറ്റ് ചെയ്യും. അതുപോലെ ചോയും. അതിലുള്ള ആള് ആ ഡോർ അടയ്ക്കുന്ന ജെയിമിനോട് പറയുമ്പോൾ അവനത് ചെയ്യില്ല. അവൻ മുഖം പൊത്തി അവിടുന്ന് ഓടും. അങ്ങനെ അവർ ടൂൾസ് എടുത്ത് നിൽക്കുന്ന സമയത്താണ് പോലീസിന്റെ സൈറൺ മുഴങ്ങുന്ന ശബ്ദം കേൾക്കുന്നത്. അവരവിടുന്ന് സ്കൂട്ടാവുന്നു. അമ്മയ്ക്കും കാര്യമായി ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ തല്ലുകൊള്ളാനാണെങ്കിൽ എന്തിനാ അടിക്കാൻ പോയെന്ന് ചോദിക്കുന്നുണ്ട് കിം. ശേഷം അമ്മയെ ഹോസ്പിറ്റലിലാക്കും. ഒന്നും പേടിക്കാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞെന്നും എന്നിവിടെ ഞാൻ അമ്മയ്ക്ക് കൂട്ടിനിരുന്നോളാമെന്നും ആ മെയ്ഡ് പറയും. അപ്പോഴാണ് അവിടേക്ക് പോലീസുകാർ വരുന്നത്. ഇന്നത്തെ സംഭവം അന്വേഷിക്കാനാണ് വന്നിരിക്കുന്നത്. കിം അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അവർ നിനക്കാരെങ്കിലും സംശയമുണ്ടോ, അമ്മയ്ക്ക് എന്തെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ആദ്യം ഓർമ്മ വരുന്നത് ആ സെക്രട്ടറിയെ തന്നെയായിരിക്കും. പക്ഷെ അവൻ അവളുടെ പേര് പറയില്ല. ശത്രുക്കൾ ആരുമില്ലെന്ന് പറയുമ്പോൾ പോലീസുകാർക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരത് അവസാനം വിശ്വസിച്ച് അവിടുന്ന് പോകുന്നു. ഇതൊക്കെ ചോയ് കാണുന്നുണ്ട്. ശേഷം ചോയിയെ വീട്ടിലേക്ക് ആക്കാനായി കിമ്മും കൂടെ ചെല്ലും. നീ എന്തുകൊണ്ടാണ് കംപ്ലൈൻറ്റ് കൊടുക്കാതിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് അവർ ഓക്കെ കമ്പനിയുടെ പരസ്യം കാണുന്നത്. ഞാൻ ആ സെക്രട്ടറിയുടെ പേര് പറഞ്ഞാൽ അവരെ പിടിക്കും. എൻ്റെ അച്ഛൻ്റെ സെക്രട്ടറിയാണ് ഇത് ചെയ്തതെന്ന് എല്ലാവരും അറിയും. അത് സോങ്ങിൻ്റെ കുടുംബജീവിതത്തിനെ തന്നെ ബാധിക്കും. ശേഷം ചോയിയുടെ അച്ഛൻ അവൻ്റെ മുഖത്തുള്ള മുറിവിനെ പറ്റി ചോദിക്കുമ്പോൾ അവനൊരു കള്ളം പറയും. എന്നെ ഒരുപാട് പേര് ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചതാണെന്ന് പറയും. ഇത് കേട്ട അച്ഛൻ ഇത് സത്യമാണോ എന്ന് അറിയാനായി അവനെയും കൂട്ടി എവിടെ നിന്നാണ് നിന്നെ ഉപദ്രവിച്ചതെന്ന് ചോദിച്ച് ആ സ്ഥലത്തേക്ക് ചെന്ന് അന്വേഷിക്കും. ഒരു സൈക്കോ തന്നെ. ചോയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അവിടെ നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി അവൻ നുണ പറഞ്ഞാണെന്ന്. ഇത് കണ്ട അച്ഛൻ ദേഷ്യപ്പെട്ടപ്പോൾ ടെൻഷൻ കയറി ചോയ് അവിടെ തല കറങ്ങി വീഴാണ്. ശേഷം അവനിപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും ഉള്ളത്. എന്നിട്ട് ചോയിയുടെ അമ്മ അച്ഛനെ വിളിക്കും. അവൻ ബോധം കെട്ട് വീണെന്ന് കേട്ടല്ലോ, പനിയാണോ അവന്? ഏയ് അല്ല, അത് സ്ട്രെസ്സ് കൂടിയിട്ട് സംഭവിച്ചതാണെന്ന് പറയും. സ്ട്രെസ്സോ? അവനൊരു സാധാരണ ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആണ്. ഈ പ്രായത്തിൽ എന്ത് സ്ട്രെസ്സ്? നിങ്ങൾ അവന് സമാധാനം കൊടുക്കാത്തത് കൊണ്ടാണ്. പണ്ട് മുതലേ അവനോട് എപ്പോഴും ദേഷ്യപ്പെട്ടിട്ടാണ് നിങ്ങൾ. അപ്പോൾ ഇതെല്ലാം എനിക്ക് വേണ്ടിയാണോ ഞാൻ ചെയ്യുന്നത്? എല്ലാം അവൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ? അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊള്ളാം. ഈ ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞാൽ ഞാൻ കൊറിയയിലേക്ക് വരുമെന്ന് അവൻ്റെ അമ്മ പറയുന്നു. അതുവരെ അവനെ ഉപദ്രവിക്കരുതെന്നും പറയുന്നു. കിം ആണെങ്കിൽ സോങ്ങിൻ്റെ അമ്മയ്ക്ക് കൂട്ടായി ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാകും. ശേഷം കിം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പിൻവലിക്കും. എന്നിട്ട് സെക്രട്ടറിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അവൻ്റെ ഡ്രൈവറിൻ്റെ അടുത്തുണ്ടായിരുന്ന സെക്രട്ടറിയുടെ നമ്പറിലേക്ക് വിളിച്ചെങ്കിലും കോള് പോകുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അവൻ്റെ അമ്മയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവൻ കൂടുതൽ ഗാർഡ്സിനെ നിയമിക്കുന്നു. ശേഷം കിമ്മിൻ്റെ ഗ്യാങ്ങിലുള്ള ആളുകളെ കാണിക്കുന്നു. ആ കിഡ്നാപ്പിംഗ് ഫെയിൽ ആയതുകൊണ്ട് തന്നെ അവൾ അവരോട് ദേഷ്യപ്പെടുന്നു. ശേഷം സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ ജെയ്മിനെ കാണാത്തത് കൊണ്ട് തന്നെ കിം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്പറിൽ നിന്ന് അവനെ വിളിക്കുന്നു. പക്ഷെ അവൻ കോൾ എടുക്കുന്നുണ്ടാവില്ല. അവിടെയുള്ള ഗേൾസ് കിമ്മിനോട് നിന്റെ മുഖത്ത് എന്താ പറ്റിയേ, മുറിവുണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് ബുള്ളീസ് വന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ നേരിട്ടതാന്ന് പറയും. അപ്പോൾ തന്നെ ബാക്കി സ്റ്റുഡൻസ് ഇംപ്രസ് ആവും. ഞാൻ ആകെ പേടിക്കുന്നത് ടീച്ചേഴ്സിനെയും എക്സാം ഷീറ്റിനെയുമാണെന്ന് പറയും. അവർ നമുക്കെല്ലാം ഇന്നൊരു കഫേയിൽ പോയാലോ? കിമ്മിനെയും അവർ വിളിക്കും. അവൻ എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല, നിങ്ങൾ വിളിച്ചത് തന്നെ സന്തോഷം. അപ്പോൾ അവർ ഇനി നമ്മൾ എന്നും ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന് പറയും. അങ്ങനെ അവന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. അപ്പോഴാണ് കിം ചോയിയെ പറ്റി ഓർക്കുന്നത്. അവന് മെസ്സേജ് അയക്കും. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയും. ശേഷം കിം തൻ്റെ വീട്ടിലേക്ക് വന്ന ബോക്സിൽ പച്ചമീൻ കഴിച്ചു പോകുന്ന കിമ്മിനെ മെയ്ഡ് അതിശയത്തോടെ നോക്കുന്നു. സോങ് ഇങ്ങനെ ചെയ്യുന്നതായി അവർ കണ്ടിട്ടില്ല. ശേഷം ജെയ്മിൻ സോങ്ങിൻ്റെ വീട്ടിലേക്ക് ചെന്ന് അവിടുത്തെ ഡ്രൈവറോട് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇന്നലെ ഇവിടെ പോലീസുകാരെയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഡ്രൈവർ ഇപ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നതോടെ ജെയ്മിൻ അവിടുന്ന് പോകുന്നു. ശേഷം കിമ്മും ചോയും കാണുന്നു. ചോയുടെ കയ്യിലെ നഖത്തിൻ്റെ അവസ്ഥ കണ്ട് നിന്റെ വീട്ടിൽ അച്ഛനുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും പറയാതെ പെട്ടെന്ന് വിഷയം മാറ്റും. എന്നിട്ട് പഠിക്കാനായി സ്റ്റഡി റൂമിലേക്ക് പോകുന്നു. അങ്ങനെ സ്റ്റഡി റൂമിൽ നിന്ന് ചോയ് പുറത്തേക്ക് പോകുമ്പോൾ കൂടെ കിമ്മും വരും. ചോയ് ഈ മുറിവൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അച്ഛനോട് കള്ളം പറഞ്ഞു. കിം ഞാൻ കാരണമാണല്ലോ നിനക്കിങ്ങനെയൊക്കെ. അതിനവൻ സോറി ചോദിക്കും. നീ എന്നോട് സോറി ചോദിക്കേണ്ട ആവശ്യമില്ല, അതിനൊരു തെറ്റും നീ ചെയ്തിട്ടില്ല. ഇതേ സമയം ചോയിയുടെ അച്ഛന് സോങ്ങിനെ കുറിച്ചുള്ള വിവരം കിട്ടുന്നു. കിം നിനക്കെങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്നറിയില്ല, അതാണ് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്.
ഞാൻ നിന്നെ ബോക്സിംഗ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അവനെ ബോക്സിംഗ് ട്രെയിൻ ചെയ്യിക്കുന്നു. ശേഷം ചോയിയുടെ അച്ഛൻ ഇയാൾക്ക് കിട്ടിയ സോങ്ങിൻ്റെയും അവൻ്റെ അമ്മയുടെയും വിവരങ്ങൾ നോക്കി ഇവന് ഗ്രേഡൊക്കെ ഭയങ്കര കുറവാണല്ലോ, ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആയോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട്. ശേഷം കിം ചോയിയോട് നിനക്ക് നല്ല പവറുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് ഇതൊന്നും പഠിക്കാതിരുന്ന്? അപ്പോൾ എൻ്റെ അച്ഛന് ഇതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവരിങ്ങനെ നടന്നു വരുന്ന സമയത്ത് കിമ്മിൻ്റെ വീടിൻ്റെ സൈഡിലായി ഇരിക്കുന്ന ജെയ്മിനെ ചോയ് കാണുകയാണ്. അവനെയും കൂട്ടി അവർ ഒരു കഫേയിലേക്ക് ചെല്ലും. ജെയ്മിൻ, എൻ്റെ വീട്ടിലേക്ക് പോലീസുകാരൊക്കെ വന്നിരുന്നെന്ന് കേട്ടു, എന്താ പ്രശ്നം? അപ്പോൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ എന്നിട്ട് ആ ക്രിമിനൽസിനെ പിടിച്ചോ? അപ്പോൾ ഞാൻ ആ കേസ് പിൻവലിച്ചെന്ന് കേൾക്കുമ്പോഴാണ് ജെയ്മിന് ഒന്ന് ആശ്വാസമാവുന്നത്. എന്നിട്ട് നല്ല രീതിക്ക് ഫുഡ് കഴിക്കും. ഇത് കാണുന്ന കിം നീ എന്താ ഫുഡ് കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയും. ശേഷം അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മെയ്ഡിനോട് പറഞ്ഞ് കഴിക്കാനായി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. എന്നിട്ട് ജെയ്മിൻ ഞാൻ ഇന്ന് ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചോയ് എന്തേ നിനക്ക് വീടില്ലേ? വീടൊക്കെ ഉണ്ട്, പക്ഷെ ഗ്യാസ് കട്ട് ചെയ്തിരിക്കുക. അപ്പോൾ കിം എന്നാൽ നീ ഇന്ന് ഇവിടെ കിടന്നോന്ന് പറയും. ചോയ് എന്നാൽ ഞാനും ഇന്ന് ഇവിടെയാണ് കിടക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ നിന്റെ അച്ഛൻ അന്വേഷിക്കില്ലേ? അച്ഛൻ ഇന്ന് വീട്ടിലുണ്ടാവില്ല, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയും. ശേഷം അന്ന് രാത്രി തന്നെ ജെയ്മിൻ കിമ്മിനോട് ഞാൻ ഇവിടെ കുറച്ച് ദിവസം നിന്നോട്ടെ എന്ന് ചോദിക്കും. അതെന്തിനാ? അതിനെന്താ ഇത്ര അത്ഭുതം? ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ നിൽക്കുന്നത് സാധാരണയല്ലേ? അതിന് നമ്മളെപ്പോഴാണ് ഫ്രണ്ട്സ് ആയത്? അതുകൊണ്ടല്ലേ നീ എന്നെ എപ്പോഴും അടിക്കുന്നതൊക്കെ? അപ്പോൾ ഞാൻ നിന്നെ അടിക്കുന്നത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഞാൻ നിന്നെ അടിക്കുന്നത് ഒരിക്കലും റെക്കോർഡ് ചെയ്തിട്ടില്ല, നിന്നെ മുറിയിൽ പൂട്ടിയിട്ടിട്ടില്ല, വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ എടുത്തത് ഞങ്ങളാണേലും പോസ്റ്റ് ചെയ്തത് വേറെ ആരോ ആണെന്ന് പറയും. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് മുകളിലേക്ക് ചെല്ലും. അവിടേക്ക് ചോയ് വന്ന് ഞാനെല്ലാം കേട്ടു, നിന്റെ തൊലിക്കട്ടി സമ്മതിച്ചു, ഇത്രയൊക്കെ അവൻ്റെ അടുത്ത് ചെയ്തിട്ടും അവൻ്റെ വീട്ടിൽ തന്നെ നിൽക്കാൻ നീ ചോദിച്ചല്ലോ. ഇതൊക്കെ കേൾക്കുന്ന ജെയ്മിന് ദേഷ്യം വരുന്നുണ്ട്. ചോയ് നീ ഇവിടേക്ക് വന്നത് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയല്ലേ? കേസ് പിൻവലിച്ചു എന്ന് പറഞ്ഞപ്പോഴുള്ള നിന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചതാ. അന്ന് കിഡ്നാപ്പ് ചെയ്യാൻ വന്നപ്പോൾ നിന്നെയും ഞാൻ ആ വാനിൽ കണ്ടിരുന്നു, ആ കൂട്ടത്തിൽ നീയും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് കിമ്മ് വരും. ആരാടത്? എവിടെ ചെന്നാലാണ് അവരെ കാണാൻ പറ്റുക എന്ന് ചോദിക്കും. ശേഷം കിമ്മിൻ്റെ ശരിക്കുള്ള വീട്ടിൽ ഇപ്പോൾ ക്വാങ്സു എന്നൊരു ഗ്യാങ് വന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ആളുകളെ വീണ്ടും കൊണ്ടുവരണം, അതിന് എൻ്റെ മനസ്സിൽ ചില കണക്ക് കൂട്ടലുകളുണ്ട്, നീ നമ്മുടെ ആളുകളെയൊക്കെ വിളിക്കെന്ന് പറയും. അവിടുന്ന് കിമ്മിൻ്റെ ഒരു ചെറിയൊരു നോട്ട്സും അവന് കിട്ടും. ശേഷം ക്ലാസ്സിലിരിക്കുന്ന കിം കഴിഞ്ഞ ദിവസം ജെയ്മിൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കും. അവരെല്ലാം ഗ്യാങ്സ്റ്റേഴ്സ് ആണ്, അതല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല. പിന്നെ ക്വാങ്സു എന്നൊരു ടീമാണെന്ന് പറയും. കിം അന്ന് ഹോട്ട് ബാത്ത് ചെയ്യാൻ പോയപ്പോൾ അതിൻ്റെ ടാറ്റു ആയിരിക്കും ആ 2 പേരുടെ അടുത്തും കണ്ടത്. ശേഷം കിം ഡ്രൈവറെ വീട്ടിലേക്ക് അയക്കും. അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാനും സെക്യൂരിറ്റി ടൈറ്റ് ആക്കാനും ആവശ്യപ്പെടും. ശേഷം അവനൊരു സ്ഥലത്തേക്ക് പോകാനായി ടാക്സിക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് കുറച്ചാളുകൾ വന്ന് കിമ്മിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. അത് കിമ്മിൻ്റെ ആളുകൾ തന്നെയായിരിക്കും. ഡോങ്സു എന്ന അവൻ്റെ പേരെടുത്ത് വിളിക്കും. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.